ഓരോന്ന് ഒപ്പിച്ചോണ്ട് വന്നോളൂ. ശിവാനി ജനിച്ചതിൽ ഒരു അർത്ഥം ഉണ്ടായത് ഇപ്പോഴാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിൽ നമ്മുടെ ശിവാനി തിരികെ വരുവാട്ടോ ഗൈസ്. കുറേ നാൾക്ക് ശേഷമാണല്ലോ എല്ലാ പ്രേക്ഷകർക്കും ഭയങ്കര പേടിയായിരുന്നു, ശിവാനി എന്താ വരാത്തെ എന്നൊക്കെ ഭയങ്കര ചോദ്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്രാവശ്യം നമ്മുടെ ശിവാനി എത്തിരിക്കുകയാണ് മക്കളെ. അപ്പൊ നമ്മുടെ കേശുവിനെ ആയിട്ട് ആദ്യം കാണുന്നത്. അപ്പൊ കേശുവിന്റെ അടുത്ത് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി എന്തോ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഈ കാര്യം കേട്ടപാടെ നമ്മുടെ കേശു സിദ്ധുവിനോടും ലച്ചുവിനോടും പറയുന്നുണ്ട്, പുതിയ വള്ളിയുമായിട്ടാ വന്നിരിക്കുന്നത്, എനിക്കൊന്നും വയ്യ തീരുമാനം എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കേശു നൈസായിട്ട് ആ കാര്യത്തിൽ നിന്ന് ഒഴിവാകുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ലച്ചുവും സിദ്ധുവും ഇക്കാര്യം കേൾക്കുമ്പോൾ ലച്ചു പറയുന്നുണ്ട്, എന്റെ പൊന്നോ കുഴപ്പമില്ല, കഴിവുള്ള പിള്ളേരെ നമ്മൾ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിദ്ധുവും പറയുന്നുണ്ട്, സിദ്ധു ഭയങ്കര സപ്പോർട്ടാട്ടോ. ഇപ്പോഴാണ് ശിവാനി ജനിച്ചതിന് ഒരു അർത്ഥം ഉണ്ടായേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധുവും കട്ട സപ്പോർട്ട്. പക്ഷെ നമ്മുടെ ഭവാനിയമ്മ ഇത് കെട്ടപാടെ മുട്ടനുടക്ക്, ഞാനിതിന് ചത്താലും സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉടക്കട്ടോ. പിന്നീട് നമ്മുടെ കനകാന്റി ആയിട്ട് നമ്മുടെ ശിവാനി മുട്ടം വഴക്കുണ്ടാവുന്നുണ്ട് കേട്ടോ. കനകാന്റി പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനായിട്ടില്ല, നിനക്ക് അഹങ്കാരം കൂടി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശിവാനിയും വിട്ടുകൊടുക്കുന്നില്ല. ശിവാനി തമിഴിൽ തന്നെ തിരിച്ച് നല്ല കിടിലനായിട്ട് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ടേ. ലാസ്റ്റ് ഈ കനകാന്റിനോട് ഇങ്ങനെ തറുതല പറയുന്നത് കൂടി പോയിട്ടുണ്ടല്ലോ. ലാസ്റ്റ് നമ്മുടെ ഭവാനി മുമ്മയോ സിദ്ധു ആരോഗ്യമോ നമ്മുടെ ശിവാനിയെ വഴക്ക് പറഞ്ഞിട്ട് ശിവാനി ഭയങ്കര സങ്കടത്തിൽ പൊട്ടിക്കരയുന്നുണ്ടേ. ഇനി ബാക്കി എന്തൊക്കെ സംഭവിക്കും, ശിവാനിയുടെ ആവശ്യം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ സാധിക്കുള്ളേ. കാത്തിരുന്ന് തന്നെ കനട്ടപ്പെടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.